നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ താളത്തിൻ്റെ ചില അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ആ താളത്തിനെ കുറിച്ച് തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറയാമെന്ന് കരുതുകയാണ്. ആ കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാകാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കർണാടക സംഗീതം പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് ആദിതാളമാണ്. പിന്നീട് കുറേ ലെസൺസ് ആദിതാളത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയിട്ട് പിന്നീടാണ് നമ്മൾ സപ്തതാള അലങ്കാരം പഠിക്കുന്നത്. അതിൽ 7 ആദിതാളം അല്ലാത്ത 7 താളങ്ങളാണ്. അതും മുഴുവനായും പഠിപ്പിക്കും. അതുപോലെ ഈ താളങ്ങൾ എങ്ങനെ ഇടുന്നു എന്ന് മാത്രമല്ല പഠിപ്പിക്കുന്നത്, ആ താളത്തിൽ എങ്ങനെ പാടുന്നു എന്നുള്ളതും, പിന്നെ ഓരോ താളത്തിൻ്റെയും സ്പീഡ് കൂട്ടിയും 1-ാം കാലം മുതൽ 4-ാം കാലം വരെ സ്പീഡ് കൂട്ടി കുറച്ച് ആദ്യം പഠിക്കുന്നത് കുറഞ്ഞ സ്പീഡിൽ, പിന്നീട് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി പഠിക്കും. അതാണ് 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം വരെ. ഇങ്ങനെ 4 കാലങ്ങളിലാണ് സാധാരണ പഠിക്കുന്നത്. താളത്തിൽ 6 അംഗങ്ങളാണ് മുഴുവനായിട്ട് ടോട്ടലായിട്ടുള്ളത്. അതിൽ 3 എണ്ണമാണ് ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത്. പണ്ട് കാലങ്ങളിൽ ഇതിൽ കുറേയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ താളത്തിലെ 6 അംഗങ്ങൾ എന്ന് പറയുന്നത് അനുദ്രുതം, ദ്രുതം, ലഘു, ഗുരു, പ്ലുതം, കാകപാദം. ഇത്രയുമാണ് 6 അംഗങ്ങൾ. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ദ്രുതശേഖരം എന്ന മറ്റൊരു അംഗം കൂടി പറയുന്നുണ്ട്. ഏതായാലും ഉപയോഗത്തിലുള്ളത് 3 അംഗങ്ങളേ ഉള്ളൂ. അതിൽ അനുദ്രുതം, ദ്രുതം, ലഘു ഈ 3 എണ്ണം മാത്രമേ ഇപ്പോൾ ഉപയോഗത്തിലുള്ളൂ. ഇതെങ്ങനെയാണ് നമ്മൾ താളത്തിൽ ഈ അംഗങ്ങളെല്ലാം എങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തരാം. അനുദ്രുതം എന്ന് പറയുന്നത് ഈ അടിക്കാണ് അനുദ്രുതം എന്ന് പറയുന്നത്. അടി വീശ് ഇതാണ് ദ്രുതം. അതായത് ദ്രുതത്തിന്റെ പകുതിയാണ് അനുദ്രുതം എന്ന് പറയാം. അതായത് അടി അനുദ്രുതം, അടി വീശും കൂടെ ചേർന്ന് വരുന്നത് ദ്രുതം. ഇനിയുള്ളത് ലഘു. ലഘു എന്ന് പറയുന്നത് അടി, അതിൻ്റെ കൂടെ ഫിംഗർ കൗണ്ട്സ് വരുന്നതാണ്. അതായത് വിരൽ ചിലപ്പോൾ നമുക്ക് 2 വിരലായിരിക്കാം, ചിലപ്പോൾ 3 ആയിരിക്കാം, ചിലപ്പോൾ 4 ഉണ്ടാകാം. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ജാതികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ലഘുവിനെ എണ്ണുന്നത്. അപ്പോൾ തിശ്രജാതി, ചതുരശ്ര ജാതി എന്ന് പറയുന്നത് പോലെ തന്നെ തിശ്ര ലഘു, ചതുരശ്ര ലഘു എന്നിങ്ങനെ വരും. അതായത് ലഘുവില് അടി ഫിംഗർ കൗണ്ട്സ് ആണ് ലഘു. അപ്പോൾ തിശ്ര ലഘു എന്ന് പറയുമ്പോൾ അടി 2 വിരൽ, ഇതാണ് തിശ്ര ലഘു. അതായത് അടിയും 2 വിരലും കൂടെ ചേർന്ന് 3 അക്ഷരം വരും. 3 അക്ഷരം, 3 നമ്പർ വരും. അതാണ് തിശ്ര ലഘു. അടുത്തത് ചതുരശ്ര ലഘു. അതിൽ അടി 3 വിരൽ ചേർന്ന് വരും. അതായത് അടിയും 3 വിരലും കൂടെ ചേർന്ന് 4 അക്ഷരം വരും. അതാണ് ചതുരശ്ര ലഘു. ഇനി ഖണ്ഡലഘു. ഖണ്ഡം എന്ന് പറയുമ്പോൾ 5 അക്ഷരമാണ് വരേണ്ടത്. അതായത് അടിയും 4 വിരലും ആയിട്ട് വരും. ഇനി അടുത്തത് മിശ്രം. മിശ്രത്തിലെ 7 അക്ഷരമാണ് വരേണ്ടത്. മിശ്ര ലഘുവില് അടിയും 6 അക്ഷരവും ചേർന്ന് വരും. അപ്പോൾ 7 ആകും മിശ്രലഘു. അവസാനത്തേത് സങ്കീർണ ലഘു. സങ്കീർണമാണ് ഏറ്റവും വലുത്. സങ്കീർണ ലഘുവിൽ 9 അക്ഷരമാണ് വരേണ്ടത്. അപ്പോൾ അടി അതിൻ്റെ കൂടെ 8 വിരലെണ്ണലും കൂടെ ചേർന്ന് വരും. അതാണ് സങ്കീർണ ലഘു. സപ്തതാള അലങ്കാരത്തിൽ നമുക്ക് ഈ ലഘുക്കളെല്ലാം ഒട്ടുമുക്കാൽ എണ്ണവും കാണാൻ കഴിയും. സങ്കീർണ ലഘു ഒഴികെ ബാക്കി എല്ലാ ലഘു നമുക്ക് സപ്തതാള അലങ്കാരത്തിലെ ഈ 7 എണ്ണത്തിലും 7 താളങ്ങളിലും കാണാൻ കഴിയും. സപ്തതാള അലങ്കാരങ്ങളിൽ ആദ്യത്തേത് ധ്രുവതാളമാണ്. ധ്രുവതാളം 14 അക്ഷരം വരും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ താളം ഇടുമ്പോൾ ആദ്യം അടി 3 വിരല്, അടി വീശ്, വീണ്ടും അടി 3 വിരല്, വീണ്ടും അടി 3 വിരല്. ഇത്രയുമാണ് ധ്രുവതാളം. 14 അക്ഷരമുണ്ട് മുഴുവനായിട്ട് വരുമ്പോൾ. അപ്പോൾ അതിലെ ലഘു ഏതാണെന്ന് പറഞ്ഞാൽ അടി 3 വിരല്. അത് മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്യുള്ളൂ. ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും അടി കഴിഞ്ഞ് എത്ര വിരൽ എണ്ണുന്നത് അതെല്ലാം ഒരുപോലെയാണല്ലോ വരുന്നത്. അതുകൊണ്ട് അടി 1 ഇത് 3, 1 പ്ലസ് 3 വിരൽ. അപ്പോൾ ചതുരശ്ര ലഘുവാണ് ധ്രുവതാളത്തിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മധ്യതാളത്തിലും ധ്രുവതാളത്തിൽ നിന്ന് ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഒരു അടി 3 വിരൽ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും ധ്രുവതാളത്തിലുള്ളതിനേക്കാൾ ഒരടി 3 വിരൽ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും മധ്യതാളത്തിൽ വരുന്നത്. അതായത് അടി 3 വിരൽ, അടി വീശ്, അടി 3 വിരൽ. ഇതാണ് മധ്യതാളം. മധ്യതാളത്തിലും ധ്രുവതാളം പോലെ തന്നെ ചതുരശ്ര ലഘുവാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു താളം പറഞ്ഞാൽ രൂപകതാളം. രൂപകതാളം തുടങ്ങുന്നത് അടി വീശ്, അടി 3 വിരൽ.
അപ്പോഴും അടി 3 വിരലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാലും ലഘു ഏതെന്ന് കണക്കാക്കുന്നത്. അടി 3 വിരൽ, വീണ്ടും ചതുരശ്ര ലഘു തന്നെയാണ് വരുന്നത്. ഇനി അടുത്തത് ചമ്പതാളം. ചമ്പതാളത്തിൽ കൂടുതൽ വിരൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടി 1, 2, 3, 4, 5, 6 ഇത്രയും ഉപയോഗിക്കുന്നുണ്ട്. അത്രയും മാത്രമല്ല, 2 അടി ഒരു വീശ് അതും കൂടെ ഉണ്ട് ചമ്പതാളത്തിൽ. പക്ഷെ വിരൽ കൗണ്ട് ചെയ്യുന്നത് അടി കഴിഞ്ഞ് 1, 2, 3, 4, 5, 6 ഇത്രയുമാണ് വിരൽ എണ്ണുന്നത്. അപ്പോൾ അടി പ്ലസ് 6 വിരൽ, അതായത് 7 എണ്ണം വരും. അപ്പോൾ അത് മിശ്ര ലഘുവാണ് വരുന്നത്. ഇനി അടുത്ത താളം ത്രിപുട താളം. ത്രിപുട താളം അടി 1, 2 2 വിരൽ, അടി വീശ്, അടി വീശ്. ഇതാണ് ത്രിപുട താളം. അതിൽ നമ്മൾ അടി 2 വിരലേ വരുന്നുള്ളൂ, അതായത് 1, 2, 3. അപ്പോൾ അതിൻ്റെ ലഘു വരുന്നത് തിശ്ര ലഘുവാണ്. 3 കൗണ്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തിശ്ര ലഘുവാണ് ത്രിപുട താളത്തിൽ വരുന്നത്. ഇനി അടുത്തത് അടതാളം. അടതാളം കുറച്ച് ലെങ്തിയാണ്. അതിൽ അടി 1, 2, 3, 4, വീണ്ടും അടി 1, 2, 3, 4, അടി വീശ്, അടി വീശ്. ഇതാണ് അടതാളം. അപ്പോൾ ഒരേ രീതിയിൽ തന്നെ അടി 1, 2, 3, 4 അത് തന്നെയാണല്ലോ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടിയുണ്ട്, 4 വിരലും ഉണ്ട്, അതായത് 5 എന്ന് കൗണ്ട് ചെയ്യണം. 5 വരുമ്പോൾ 5 അക്ഷരം വരുന്നത് കൊണ്ട് അത് ഖണ്ഡലഘുവാണ്. അപ്പോൾ അടതാളത്തിൽ വരുന്നത് ഖണ്ഡലഘു. ഇനി അവസാനത്തേത് ഏകതാളം. ഏകതാളം വളരെ ചെറിയൊരു താളമാണ്. അടി 3 വിരൽ, ഇത്രയുമേ ഉള്ളൂ. അതായത് അടി 3 വിരലും കൂടെ ആകുമ്പോൾ തന്നെ ചതുരശ്ര ലഘുവാണ് വരുന്നത്. അടി പ്ലസ് 3 4, അപ്പോൾ ചതുരശ്ര ലഘു. ഇത്രയുമാണ് നമ്മുടെ സപ്തതാള അലങ്കാരത്തിൽ വരുന്ന ലഘുക്കൾ. അതിൽ സങ്കീർണ ലഘു വരുന്നില്ല. ബാക്കിയെല്ലാം അലങ്കാരത്തിൽ ബാക്കി എല്ലാ ലഘുക്കളും ഉപയോഗത്തിൽ വരുന്നുണ്ട്. ഇനി അംഗങ്ങളുടെ കാര്യം എടുത്താൽ നമുക്ക് ഒരു താളത്തിൽ ഏതൊക്കെ അംഗങ്ങൾ വരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞ പോലെ 3 അംഗങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവ ഇപ്പോൾ ഉപയോഗത്തിലില്ല, ബാക്കി 3. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ചെറിയ താളം ഞാൻ പറഞ്ഞു ഏകതാളമാണ്. അതിൽ ഏതൊക്കെ അംഗങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. അടി 3 വിരൽ, അപ്പോൾ ആ ലഘു വേറെ ഒന്നുമില്ല. ആ അടി 3 വിരൽ, അടിയും വിരൽ കൗണ്ട് ചെയ്യുന്നതും കൂടെ ചേർത്താണ് ലഘു വരുന്നത്. അപ്പോൾ ഏകതാളത്തിൽ ഈ ലഘു മാത്രമേ ഉള്ളൂ. ദ്രുതമില്ല, അനുദ്രുതമില്ല. അതായത് അടി വീശില്ല, അടി സെപ്പറേറ്റ് ആയിട്ടും വരുന്നില്ല. അടി 3 വിരലും കൂടെ ചേർന്ന് വരുന്നത് കൊണ്ട് അത് ലഘു മാത്രമേ ഉള്ളൂ. ഇനി ഒരു വലിയ താളം എടുത്തു കഴിഞ്ഞാൽ ചമ്പതാളം എടുക്കാം. ചമ്പതാളത്തിൽ 10 അക്ഷരം വരുന്നുണ്ട്. അതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് താളമാണ്. അടി 1, 2, 3, 4, 5, 6 വിരൽ കൗണ്ട് ചെയ്യണം. 2 അടി ഒരു വീശ്, ഇത്രയുമാണ് ചമ്പതാളം. അപ്പോൾ ആദ്യം വരുന്നത് ലഘുവാണ്. നേരത്തെ പറഞ്ഞ പോലെ ലഘു അടി വിരൽ കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് അതൊരു ലഘു. പിന്നെ അടി അടി വീശ്, അതാണ് അതിൻ്റെ ബാക്കിയുള്ള പോർഷൻ. അടി അടി വീശ് എന്ന് വരുന്നതുകൊണ്ട് തന്നെ 2 അടിയുണ്ട്. അപ്പോൾ 1 അടി സെപ്പറേറ്റ് ആയിട്ട്, അത് അനുദ്രുതം. അടുത്തത് അടി വീശ്, അത് ദ്രുതം. അപ്പോൾ ലഘു, അനുദ്രുതം, ദ്രുതം, ഇത്രയുമാണ് ചമ്പതാളത്തിലെ അംഗങ്ങൾ. ഇനി നമ്മൾ ആദ്യം പഠിക്കുന്ന ആദിതാളം എടുത്തു നോക്കാം. നമ്മൾ ആ സരളി വരിശ തൊട്ടുള്ള കുറേ വരിശകൾ ഈ ആദിതാളത്തിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദിതാളത്തിൽ ഏതൊക്കെ അംഗങ്ങളാണ് ഉള്ളത് അത് നോക്കാം. അടി 3 വിരൽ, അടി വീശ്, അടി വീശ്. ഇതാണ് ആദിതാളം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അടി 3 വിരൽ, അതായത് അതൊരു ലഘുവാണ്. പിന്നെ അടി വീശ്, അവിടെ അടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടല്ല നോക്കുന്നത്, അടി വീശും ചേർന്നാണ് വരുന്നത്. അതുകൊണ്ട് അടി വീശ് അത് ദ്രുതമാണ്. വീണ്ടും അടി വീശ്, അതും ഒരു ദ്രുതം. അപ്പോൾ ലഘു, ദ്രുതം, ദ്രുതം. ഇതാണ് ചതുരശ്ര ലഘുവാണ് എന്നേ ഉള്ളൂ. ലഘു എത്ര വിരലാണോ കൗണ്ട് ചെയ്യുന്നത് അതനുസരിച്ച് ലഘുവിൻ്റെ പേര് മാറി വരും. അപ്പോൾ അതിൽ വരുന്നത് ആദിതാളത്തിൽ വരുന്നത് ലഘു, ദ്രുതം, ദ്രുതം, 2 ദ്രുതം. ചമ്പതാളത്തിലാണെങ്കിൽ അനുദ്രുതവും ദ്രുതവും വരുന്നുണ്ടായിരുന്നു. അതായത് ഈ 3 അംഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതെല്ലാം ചമ്പതാളത്തിൽ വരുന്നുണ്ടായിരുന്നു. ഈ സപ്തതാളങ്ങൾ കൂടാതെ 35 താളങ്ങളുടെ ഒരു ഗ്രൂപ്പും 175 താളങ്ങളുടെ മറ്റൊരു ഗ്രൂപ്പും ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നൊന്നുമില്ല. പണ്ട് അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ വളരെ കുറച്ച് എണ്ണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുമുണ്ട്. അതിൽ സപ്തതാളങ്ങളിൽ ഓരോ താളങ്ങളെയും ജാതിഭേദം നടത്തിയാണ് 35 താളങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ധ്രുവതാളം ആദ്യത്തേത്. ധ്രുവതാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ തിശ്രജാതി ധ്രുവതാളം, അതുപോലെ ചതുരശ്ര ജാതി ധ്രുവതാളം, പിന്നെ മിശ്രജാതി, ഖണ്ഡജാതി, അങ്ങനെ
ക്ലാസിഫൈ ചെയ്ത് ധ്രുവതാളം തന്നെ 5 രീതിയിൽ, അതുപോലെ മഠ്യതാളം 5 രീതിയിൽ, അങ്ങനെ ഈ 7 താളങ്ങൾക്കും 5 ജാതി ഭേദം നടത്തി 35 താളങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതുപോലെ ഈ 35 താളങ്ങളുടെയും ധ്രുവതാളം മുതൽ എല്ലാ താളത്തിലും തിശ്രജാതി, തിശ്രഗതി, ധ്രുവതാളം, തിശ്രജാതി, ചതുരശ്രഗതി, ധ്രുവതാളം, അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് 175 താളങ്ങളുടെ മറ്റൊരു ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ കർണാടക സംഗീതത്തിൽ ഉപയോഗിച്ച് വരുന്ന മെയിനായിട്ടുള്ള കുറേ താളങ്ങളുടെ ജാതി, അതുപോലെ ഗതി, പിന്നെ താളത്തിലെ അംഗങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിന്ന് പറഞ്ഞത്. ആദ്യം ഞാൻ ഇട്ട ഒരു വീഡിയോയിൽ കുറേ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ദയവായി ആ വീഡിയോ കൂടി ഒന്ന് കാണുക. ഇത്രയും പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് സംശയമുണ്ടെങ്കിലും അഭിപ്രായമുണ്ടെങ്കിലും ദയവായി കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായി കണ്ടതിന് ഒരുപാട് നന്ദി.